ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുചേലദിന ആശംസകൾ നേരുകയാണ്. ഭഗവാൻ എല്ലാവരും അവൽക്കിഴി സമർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം പനിയായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പനിയൊക്കെ മാറി. ഇവിടെ നല്ല തണുപ്പാണ്. എന്നാൽ തന്നെയും വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളിച്ചു ഭഗവാന് വിളക്ക് കൊളുത്തി അവൽക്കിഴി സമർപ്പിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തുളസി, നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന തുളസിപ്പൂ പറിച്ച് വെച്ചു, പൂവ് ചൂടിച്ചു. പക്ഷേ അത് മുകളിലായിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. എനിക്ക് അത്രയും വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മീഷോയിൽ നിന്ന് ഒരു മഹാവിഷ്ണുവിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പക്ഷേ ഇന്നത് എടുക്കാനുള്ള സമയം കിട്ടില്ല. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. മീഷോയിൽ നിന്നും മറ്റുള്ള സാധനങ്ങൾ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്കയുടെ കൂഞ്ഞെടുത്ത് തോരൻ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിടുന്നത്. എൻ്റെ വെളിച്ചെണ്ണ നന്നായിട്ട് തണുത്തുറഞ്ഞതാണ്. ഇവിടെ നല്ല തണുപ്പാണ്. ഈ ചീനിച്ചട്ടി കണ്ടിട്ട് ആരും ഇതാവല്ലേ. ഈ ചീനിച്ചട്ടി ഇങ്ങനെയാണ് ഇവിടെ ഇന്ന് കിട്ടിയ എനിക്കൊരു ചീനിച്ചട്ടിയാണ്. എത്ര കഴിയാലും നമുക്കിങ്ങനെ ഇരിക്കും. നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കറക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. എനിക്കൊരു നെല്ലിക്ക അച്ചാറിട്ടിട്ട് ശരിക്കും എനിക്ക് വിഷമമായിപ്പോയി. നന്നായിട്ട് കറുത്ത് പോയി. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം എടുക്കും. ചെറിയ ചീനിച്ചട്ടി എനിക്കിത് മാത്രമേ ഉള്ളായിരുന്നു. മറ്റേ വേറെ തോരൻ വെക്കാനായിട്ട് ഞാനിത് കറക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ വേറൊരു ചീനിച്ചട്ടിയിലാണ് തോരൻ വെച്ചത്. അപ്പം ഞാനതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചൂടാക്കി തേങ്ങയുടെ കൂടെ കുറച്ച് ചൂടാക്കിയിട്ട് ഞാൻ അഴിക്കുന്നത്. ശകലം പെരിഞ്ചീരകം ഇടും. പിന്നെ ചെമ്മന്നുള്ളിയോ അതുപോലെ തന്നെ സവാള ഇടും. മസാലപ്പൊടി ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് മസാലപ്പൊടി ഇടുന്നത് കഴിക്കും. പക്ഷേ അത്ര ഞാൻ നോൺ വെജ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. നോൺ വെജ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത്. പെരിഞ്ചീരകം ഇവിടെ ആർക്കും അധികം ഇഷ്ടമല്ല. എന്നാലും ഞാൻ കുറച്ചിടും. കുരുമുളക് പൊടി ഇടും. ഇതിന് മെയിനായിട്ട് കുരുമുളക് പൊടിയും നല്ല ജീരകമാണ് ഞാൻ കൂടുതലും ചേർക്കുന്നത്. ജീരകവും കുരുമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയുന്നത്, നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും നമുക്ക് നേരെ നിന്ന് മുഖത്ത് നോക്കി പറയാനൊരു ധൈര്യമുള്ള ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല. അത് ആണായാലും പെണ്ണായാലും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സുഹൃത്ത് വലയം ഒന്നും തന്നെ ഇല്ല. കാരണം ഞാനൊരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമ ജീവിതത്തിൽ ജീവിച്ച് അതുപോലെ തന്നെ അവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ. അവിടുന്ന് ഞാൻ ഇത്രയിടം വരെ എത്തി. ഇപ്പോഴും വയ്യാഴികളുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം ഭഗവാൻ എന്നെ രക്ഷിച്ച് ഇത്രയും വരെ എത്തിച്ചു. എനിക്ക് എന്താ പറയുന്നത്, MRI സ്കാൻ എടുത്തപ്പോൾ അതിൽ ഒരു നമ്മുടെ നട്ടെല്ലിൻ്റെ 4 ബോൾട്ട് തേഞ്ഞ് അതിലേക്ക് മാംസം കിളിച്ചിറങ്ങി അങ്ങനെ എന്തോ പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ല റെസ്റ്റ് വേണം. അതുപോലെ നല്ല കെയറിങ് കൊടുക്കണം. ഒരുപാട് കുനിഞ്ഞു നിന്നും ജോലികൾ ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. കുറേ മരുന്നുകളും തന്നിട്ടുണ്ട്. ഒരു സ്ട്രിപ്പിന് 400 രൂപ വെച്ചിട്ടുള്ള മരുന്നുകളൊക്കെ എനിക്ക് തന്നേക്കുന്നത്. അങ്ങനെ എന്താ പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് ഓപ്പറേഷനുകളോ ഒരുപാട് കാര്യങ്ങൾ നടന്നതിന് ശേഷം വീണ്ടും ദൈവം ചെറിയ രീതിയിൽ എങ്കിലും ഇങ്ങനെ തന്നു. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെ മഹാഭാഗ്യം. ഇത് മാറും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്
ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഭഗവാനെ വിശ്വസിച്ച് മുമ്പോട്ട് പോയി എന്ത് തന്നാലും ഭഗവാൻ തരുന്നതാണ്. അത് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതിനെ എങ്ങനെയെങ്കിലും മാറ്റി ഭക്തിയിലൂടെ ആയാലും ഭഗവാനെ വിളിച്ചിട്ടായാലും നമ്മുടെ കെയറിങ്ങിലൂടെ ആയാലും അത് മാറ്റാൻ ദൈവം അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ അധികം അറിയത്തില്ല. സംസാരിച്ചാൽ തന്നെ വലുതായിട്ട് എൻ്റെ റെക്കോർഡിങ് എങ്ങനെയാവുമെന്ന് എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ചെറിയ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ